ഹായ്. അപ്പോഴേ നമുക്ക് വിഷുവിനത്തേക്കുള്ള പച്ചക്കറികളും സദ്യ ഒരുക്കാനുള്ള പച്ചക്കറികൾ വേണം, അതുപോലെ നമുക്ക് കണി വെക്കാനുള്ളത് വേണം. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ കുഞ്ഞടുക്കളത്തോട്ടത്തിലേക്ക് ഇറങ്ങി തന്നെ കേട്ടോ. അപ്പം നമ്മുടെ മുറ്റത്തുള്ള പച്ചക്കറികളൊക്കെ പറിച്ചെടുത്തിട്ടേ ബാക്കി നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ അതിനായിട്ടൊരു ചെറിയ മുറമൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നിറച്ച് കിട്ടുമെന്നൊന്നും അറിയില്ല, എന്തായാലും ഉള്ളത് നമുക്ക് പറിച്ചെടുക്കാം അല്ലേ. അപ്പം നമുക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഞാൻ നമ്മുടെ മുളകിൻ്റെ ചുവട്ടിലെത്തിയത് പച്ചമുളകിൻ്റെ. അതിപ്പം ഞാൻ വിചാരിച്ചത് നമുക്ക് സാമ്പാറിനാണെങ്കിലും അതുപോലെ അവിയലിനാണെങ്കിലും നമുക്ക് പച്ചടി വെക്കാനും തോരൻ വെക്കാനും ഒക്കെ അതിൽ മെയിൻ സാധനമാണ് നമ്മുടെ പച്ചമുളക്. അപ്പോൾ അങ്ങനെ പച്ചമുളക് തന്നെ കുറച്ച് പറിച്ചെടുത്ത് പിന്നെ അതുപോലെ ഇത്തിരി പയറും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പയറെന്നുള്ളത് നമുക്ക് അവിയലിനകത്ത് വേണം, സാമ്പാറിനകത്തൊക്കെ ഇടാനൊക്കെ പയറ് വേണമല്ലോ. അങ്ങനെ ഒരു പിടി പയറും കൂടെ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസ്, അതായത് നമ്മുടെ വീട്ടിലെ നമ്മൾ കുഞ്ഞടുക്കളത്തോട്ടാണെങ്കിലും ഇതിനകത്തുനിന്ന് പറിച്ചെടുത്തിട്ട് ഒരുക്കിയെടുക്കുന്ന സദ്യയും അതുപോലെ അതും കൊണ്ട് ഒരുക്കിയെടുക്കുന്ന ഒരു കണി കാണലും അതൊക്കെ ഒരു വല്ലാത്ത ഫീലാണ് കേട്ടോ. അപ്പം നമുക്കിനി ഒത്തിരി വലിപ്പമൊന്നുമില്ല, ഒരുപാട് എണ്ണമൊന്നും ഇല്ലെങ്കിൽ ഒന്നാണെങ്കിലും ഒരു കുഞ്ഞിതാണെങ്കിലും അതൊക്കെ വെച്ചിട്ട് നമ്മൾ കണി കാണുകയും അത് എന്താ വെച്ചിട്ടുള്ള സദ്യയും അതൊക്കെ വല്ലാത്തൊരു ടേസ്റ്റും വല്ലാത്തൊരു ഫീലുമാണ്. അപ്പോൾ തപ്പി വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് പാവയ്ക്കായും ഉണ്ട് കേട്ടോ. അപ്പം തോരൻ വെക്കാൻ വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് പാവയ്ക്ക തോരൻ വെക്കാമെന്ന് വിചാരിച്ച് പാവയ്ക്കായും പറിച്ചെടുത്തു കേട്ടോ. പിന്നെ അടുത്ത ഐറ്റംസ് നമുക്ക് എന്താണെന്ന് നോക്കണ്ടേ. നമ്മുടെ കോവയ്ക്ക ഉണ്ടോ, കണി വെക്കാൻ വേണം കോവയ്ക്ക. നമുക്ക് സദ്യ ഒരുക്കാൻ, അതായത് നമുക്ക് അവിയലിനകത്തും സാമ്പാറിനകത്തും ഒക്കെ വേണം. പിന്നെ നമുക്ക് തോരൻ വെക്കാം. അപ്പോൾ ഇതൊക്കെ പറിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഏത് ഐറ്റംസാണോ കൂടുതലുള്ളത് അത് നമുക്ക് തോരൻ വെക്കാമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് കോവയ്ക്കായും കൂടെ കുറച്ച് പറിച്ചെടുക്കാം അല്ലേ. ഒരുപാടൊന്നും വേണ്ട, നമുക്ക് വിഷുവിനത്തേക്ക് മാത്രമുള്ളതാണ് കേട്ടോ. അപ്പം നമ്മുടെ മെയിൻ സാധനം നമ്മുടെ കോവയ്ക്കായും കൂടെ കുറച്ച് പറിച്ചെടുത്ത്, അപ്പോൾ നമുക്കിതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ളൊരു അവിയൽ, അതുപോലെ എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ളൊരു സാമ്പാർ, അതൊക്കെ എന്താ അല്ലേ. എന്താണ്, ഒരു കെമിക്കലും ഇല്ല, നല്ല ഒറിജിനൽ പച്ചക്കറി വെച്ചിട്ടുള്ള നമ്മുടെ സദ്യ. അപ്പം നമുക്ക് എന്തൊക്കെ കിട്ടും, എന്തൊക്കെയുണ്ട്, നമുക്ക് അവിയലിൽ വേണ്ട എല്ലാ സാധനവും ഉണ്ടോ, അതുപോലെ സാമ്പാറിനകത്ത് വേണ്ട സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ ഒക്കെ നോക്കിയിട്ട് ബാക്കി നമുക്ക് മേടിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അടുത്ത് നമുക്ക് വെണ്ടയ്ക്ക വേണം. അപ്പം നമ്മുടെ വെണ്ടയൊക്കെ കണ്ടോ, അടുത്ത സ്റ്റെപ്പായിട്ടൊക്കെ വളർന്ന് കുഞ്ഞതാണ് കേട്ടോ. അപ്പം അങ്ങനെ ചെറുതിലേ കഴിച്ചു വരുന്ന നമ്മൾ വെണ്ടയാണ്. അപ്പം നമുക്ക് അത്യാവശ്യം സാമ്പാറിനകത്ത് ഇടാൻ മാത്രം മതിയല്ലോ വെണ്ടയ്ക്ക. അപ്പോൾ വെണ്ടയ്ക്ക ഞാൻ അധികം ഒന്നും അങ്ങനെ അവിയലിനകത്തൊന്നും അങ്ങനെ വെണ്ടയ്ക്ക ഇടാറില്ല കേട്ടോ. അപ്പം ഞാൻ സാമ്പാറിലിടാനുള്ള വെണ്ടയ്ക്ക മാത്രം പറിച്ചെടുത്തു. പിന്നെ നമുക്ക് അവിയലിനും സാമ്പാറിനും ഒക്കെ ഇടാനുള്ള കുമ്പളങ്ങായും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം അങ്ങനെ കുമ്പളങ്ങായും നമുക്കിങ്ങ് പറിച്ചെടുക്കാം. അപ്പം നമുക്ക് അന്നത്തേക്ക് വിഷുവിനത്തേക്ക് മാത്രമുള്ള കുമ്പളങ്ങായും കട്ട് ചെയ്തെടുത്ത് കേട്ടോ. അടുത്തതാ നമ്മൾ സാമ്പാറിൽ മെയിൻ സാധനം നമ്മൾ തക്കാളി കുട്ടന്മാരും ഇവിടെ പഴുത്തിങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. അത് നമുക്ക് അത്യാവശ്യം അന്നത്തേക്ക് മാത്രമുള്ളത് പറിച്ചെടുക്കാം. കുഞ്ഞൊരു സദ്യ, ഒരുപാട് വലിയ സദ്യ ഒന്നുമല്ല കേട്ടോ, കുഞ്ഞൊരു സദ്യ. അപ്പോൾ അതും നമ്മുടെ തക്കാളിയും പറിച്ചെടുത്തു. പിന്നെ നമുക്ക് സാമ്പാറിനകത്ത് അതുപോലെ അവിയലിനകത്തൊക്കെ ഇടാനുള്ള സാധനം വഴുതനങ്ങ. അപ്പോൾ നമുക്ക് അടുത്ത വഴുതനങ്ങ പറിച്ചെടുക്കാം അല്ലേ. വഴുതനങ്ങ എന്താ പറയണ്ടേ, നമുക്ക് പച്ച വഴുതനങ്ങയും നീല വഴുതനങ്ങയും അതുപോലെ വെള്ള ഉണ്ട വഴുതനങ്ങ, ഏത് ടൈപ്പ് വേണമെങ്കിലും ഉണ്ട് കേട്ടോ. നമുക്ക് രുചിക്കനുസരിച്ച് ഏത് വഴുതനങ്ങ സെലക്ട് ചെയ്ത് ഇടുകയും ചെയ്യാം. അപ്പം ഞാൻ ഇതെല്ലാ കൂട്ടം പറിച്ചിട്ടുണ്ടോ. വിഷുവാണ്, ആർക്കാർക്കും ദേഷ്യം വേണ്ട എന്നുള്ള രീതിയിൽ വഴുതനങ്ങക്കാർ എല്ലാവരും ഇതുപോലെ ഓരോന്ന് ഈരണ്ടൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ വഴുതനങ്ങയോട് പറിച്ചെടുത്തിട്ടോ. ഇനി അടുത്ത ഐറ്റംസ് ഏതാണെന്ന് നോക്കണ്ടേ. നമ്മുടെ നമ്മുടെ ഒരു ഏത്തക്കൊലി നല്ല ചൂടല്ലായിരുന്നോ, ഇന്നലെ നോക്കിയപ്പോൾ ഒരെണ്ണം ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് വറക്കാനോ അതുപോലെ നമുക്ക് കാളം വെക്കാനോ അവിയലിനകത്തിടാനും സാമ്പാറിനകത്തിടാനും ഒക്കെ ആയിട്ട് നമുക്ക് ഏത്തക്കായും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമുക്ക് പിന്നെ ഉപ്പേരി വെക്കാൻ വേണമെങ്കിൽ വറക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അത് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഏതായാലും നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ടല്ലോ, നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ പറിച്ചെടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ അതും പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പം പിന്നെ വെള്ളരിക്ക മറന്നുപോയി. അതേപോലെ നമ്മുടെ എന്താ പറയുക, ഇളവൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, നമ്മൾ ഓലം വെക്കാനായിട്ടൊരു കുമ്പളങ്ങയുടെ രീതിയിൽ തന്നെയുള്ളൊരു, അതും ലാസ്റ്റ് പോയി ഒരെണ്ണം അതും പറിച്ച് നമ്മുടെ വെള്ളരിക്കായും പറിച്ചെടുത്തുകൊണ്ട് വന്നേ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വിളവെടുപ്പ്, അതായത് വിഷുവിനത്തേക്കുള്ളൊരു കുഞ്ഞു വിളവെടുപ്പ്. അപ്പം നമുക്ക് ചേനയും ചേമ്പും മുന്നേ പറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ വിളവെടുപ്പ്, കൊള്ളാവോ?